World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിന് സമീപത്തെ വീട്ടിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. പാമ്പിനെ പിടികൂടാൻ സർപ്പ ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഷിൻ ഡിയേഗോ സ്ഥലത്തുണ്ട്. അഷിൻ, ഇപ്പോൾ സർപ്പ ടീം ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ടീമാണ് ഈ സർപ്പ ടീം. അവർ ഈ പരിശീലനം ലഭിച്ചവരാണ് പാമ്പുകളെ പിടിക്കാൻ. ഇപ്പോൾ എന്താണ് അവർ അവിടെ എത്തി ചെയ്യുന്നത്? അസ്മൃതി, അല്പസമയം മുമ്പാണ് വട്ടിയൂർക്കാവിന് സമീപത്തെ ഈ സരസ്വതി വിദ്യാലയ സ്കൂളിന് സമീപത്തുള്ള നന്ദനം ഹിൽസിൽ ഒരു വീട്ടിൽ ഇത്തരത്തിൽ മൂർഖൻ പാമ്പിനെ കണ്ടു എന്ന തരത്തിൽ സർപ്പാപ്പിന് വിവരം ലഭിച്ചത്. തുടർന്ന് സർപ്പാപ്പിൽ നിന്നും ആളുകളെത്തി ഇവിടെ പരിശോധന നടത്തി വരികയാണ്. മൂർഖൻ പാമ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തത്. രാകേഷ് എന്നൊരാളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ഉച്ചയോടുകൂടി ഈ ഒരു പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. രാകേഷും കുടുംബവും ഇവിടെയാണ് ഉള്ളത്. അദ്ദേഹം കുട്ടികൾക്കൊപ്പം പുറത്തു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കാണുന്ന വാട്ടർ പൈപ്പിന് സമീപത്തായി, ഓസിന് സമീപത്തായി ഒരു പാമ്പിനെ കെട്ടിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ചെറിയൊരു മൂർഖൻ പാമ്പ് ആണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ വലിയ പാമ്പ് ഈ പരിസരത്തിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കുട്ടികളടക്കം പുറത്തുനിന്ന് കളിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ പാമ്പിനെ കിട്ടിയത്. വലിപ്പത്തിൽ ചെറുതാണ്, പക്ഷേ ഇത് ഏതാണ് ഇനം? അതിനെ വളരെ വേഗം തന്നെ പിടിച്ച് അടച്ചിരിക്കുന്നു. വളരെ പ്രായം കുറവാണ്. ഇപ്പം 1-2 ആഴ്ച ആയിട്ടുള്ളത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയപ്രദേശത്ത് ഇവിടെ മുട്ട വിരിഞ്ഞതാവണം. ചൂട് സമയമാണ്. ഇതിപ്പോ ചെറിയ പാമ്പാണ്. അപ്പൊ ഇതിന്റെ വലുത് ഇവിടെയൊക്കെ തന്നെ കാണത്തില്ല. വലിയ പാമ്പ് കാണണമെന്നില്ല, പക്ഷേ ഇപ്പം 7 മുതൽ 40ഓളം മുട്ടകൾ ഒരു കോബ്ര ഇടാറുണ്ട്. അപ്പം ബാക്കി കുഞ്ഞുങ്ങൾ ഈ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും കാണാറുണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. ഈ പ്രദേശത്ത് നിന്ന് ഒത്തിരി വലിയ മൂർഖനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ആഷിൻ, അറിയേണ്ടത് ഈ സർപ്പ ടീമിന്റെ പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തോട് പറയണം. വനം വകുപ്പിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച ടീമാണ് ഈ സർപ്പ ടീം. ഇവരെങ്ങനെയാണ് പാമ്പുകളെ ഇപ്പോൾ മാളത്തിലാണെങ്കിൽ പുറത്തേക്ക് അവരെ ഇറക്കുന്നത് എങ്ങനെയൊക്കെയാണ്? മാളത്തിൽ നിന്നും പുറത്തിറക്കുന്നത് പറഞ്ഞാൽ ഒന്നിൽ നമുക്ക് ഇടിച്ചു മാറ്റേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പിന്നെ മാളത്തിൽ നിന്നും പൊതുവെ പാമ്പുകൾ ഇപ്പോൾ ഈ ചൂട് കാലമായതിനാൽ മനുഷ്യർക്ക് പോലും ഇപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ശീതരക്തമായ പാമ്പുകൾ തണുപ്പ് തേടി പുറത്തിറങ്ങാറാണ് ഇപ്പം പതിവ്. നമ്മളെ എല്ലാ മൊബൈലിലും പ്ലേ സ്റ്റോറിലും നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ റിപ്പോർട്ട് സ്നാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഒരു ക്യാമറ ഓപ്പൺ ആവും. അതിലൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള 3 റെസ്ക്യൂസിന്റെ നമ്പർ അതിൽ കാണിക്കും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാം. ജില്ലാ കോർഡിനേറ്ററിന്റെ നമ്പർ അതിൽ കാണിക്കും. അവരെ വിളിക്കുകയോ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ റെസ്ക്യൂസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. കണ്ടുകൊണ്ടാണല്ലോ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയത്. എല്ലാ തവണ ഇങ്ങനെ പിടിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. നമ്മുടെ ഇപ്പം കേരളത്തിൽ എവിടെ പാമ്പ് കണ്ടാലും നമ്മുടെ ഈ സർപ്പ ആപ്പ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമുക്ക് എന്തായാലും അടുത്തുള്ള റെസ്ക്യൂർ അരമണിക്കൂറിനുള്ളിൽ എന്തായാലും മാക്സിമം ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ വന്ന് തന്നെ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പിന് പിന്നീട് എങ്ങോട്ടാണ് തുറന്നു വിടുന്നത്? ഈ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെല്ലാം നമ്മൾ വനംവകുപ്പിനാണ് ഹാൻഡ് പറയുന്നത്. അത് അവരെ ജനവാസ മേഖല അല്ലാത്ത ഉൾവനങ്ങളിലൂടെ റിലീസ് ചെയ്യും. ഇപ്പോ ചേട്ടൻ ഇതെങ്ങനെയാണ് ഈ പാമ്പിന് കാണുന്നത്? ഇവിടെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പോയപ്പം പൈപ്പിന്റെ കൈ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ ചോറിലോട്ട് വന്നു. അപ്പം ഞാൻ ആ മീറ്റർ ബോർഡിലോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും. കാരണം നമുക്കറിയാം ഈ വാട്ടർ മീറ്ററിന്റെ ഭാഗത്തൊക്കെ ഇത് ഇപ്പം ന്യൂസിലെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു തല അകത്തോട്ട് പോകുന്നുണ്ട്. കുഞ്ഞും കൂടെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അരണ പോലത്തെ ഇതൊക്കെ ആയിരിക്കും, അരണയോ ഓന്തോ ഒക്കെ ആയിരിക്കും. എന്നാലും ഇപ്പം ഈ ന്യൂസിലൊക്കെ ഇത് കണ്ടിന്യൂസ്ലി കേൾക്കുന്നുണ്ട്. സംശയം വേണ്ടെന്ന് വിചാരിച്ചത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഒരു മൂർഖിന്റെ കുഞ്ഞ്. സ്മൃതി, പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഇത് സുരക്ഷിതമായ സ്ഥലത്ത് തുറന്നുവിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഭാഗത്ത് ഇന്ന് തന്നെ ഈ ചേട്ടൻ വന്നിട്ടുള്ള 13ാമത്തെ കോളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേനൽക്കാലം സംയോജിതമായ ഇടപെടൽ അഷിൻ ഡിയേഗോ, അത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാ ജില്ലകളിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പ്രതിനിധികളുണ്ട്. ഈ ആപ്പ് എല്ലാവരും നോക്കി വെക്കുക. പാമ്പ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ ഉറപ്പായിട്ടും അതിന്റെ ആളുകൾ വന്ന് പാമ്പിനെ പിടിച്ചു കൊണ്ടുപോകുമെന്നാണ്. എന്നിട്ട് കാട്ടിലേക്ക് തുറന്നുവിടുമെന്നാണ്. വനം വകുപ്പിനെയാണ് ഈ പാമ്പിനെ ഏൽപ്പിക്കുക. വനം വകുപ്പ് അത് കാട്ടിലേക്ക് തുറന്നുവിടും ഇത്തരം പാമ്പുകളെ. അഷിൻ ഡിയേഗോയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.